സഭയിൽ ചോദ്യോത്തരവേള ഒരു വശത്ത് പുരോഗമിക്കുന്നു, മറുവശത്ത് പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധവും സമരവും തുടരുന്നു. ഇപ്പോൾ പ്രതിപക്ഷം ഇറങ്ങിപ്പോകുന്നു, സഭ വിട്ടിറങ്ങിപ്പോകുന്നു. അതിന്റെ ദൃശ്യങ്ങൾ ജനുവരി 13, 14, 16 തീയതികളിൽ ഓൺലൈൻ ഇന്റർവ്യൂ നടത്തുകയും അതിൽ 36 വിദ്യാർത്ഥികൾ പങ്കെടുക്കുകയും ചെയ്തിട്ടുണ്ട്. BPL വിഭാഗത്തിലെ വിദ്യാർത്ഥികൾക്ക് മുൻഗണന നൽകി കുടുംബ വാർഷിക വരുമാനത്തിന്റെയും മാർക്കിന്റെയും അടിസ്ഥാനത്തിൽ ജനസംഖ്യ അനുപാതികമായിട്ടാണ് വിദ്യാർത്ഥികളെ തെരഞ്ഞെടുക്കുന്നത്. വിദ്യാർത്ഥികളെ തെരഞ്ഞെടുക്കുന്നതിന് മുന്നോടിയായി സർട്ടിഫിക്കറ്റ് പരിശോധന 2026 ഫെബ്രുവരി ആദ്യവാരം നടത്തുന്നതാണ്. സർ, ഈ സർക്കാരിന്റെ കാലയളവിൽ ന്യൂനപക്ഷ ക്ഷേമത്തിന് ക്രമാനുഗതമായിട്ടുള്ള ബഡ്ജറ്റ് വർധനമാണ് നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇപ്രാവശ്യത്തെ ബഡ്ജറ്റിൽ ന്യൂനപക്ഷങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടിയുള്ള പണം കൂടുതലായി വകയിരുത്തിയിട്ടുണ്ട്. ഇതിൽ തന്നെ അധിക ഭാഗവും വിവിധങ്ങളായിട്ടുള്ള സ്കോളർഷിപ്പുകൾക്കാണ് നമ്മുടെ ഗവൺമെന്റിന്റെ ധനം വിനിയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. സർ, സമീപകാലത്ത് കേന്ദ്ര സർക്കാർ നിർത്തലാക്കിയ പ്രീ മെട്രിക് സ്കോളർഷിപ്പ് പദ്ധതിക്ക് പകരം ഈ സർക്കാർ നടപ്പിലാക്കിയ മാർഗദീപം സ്കോളർഷിപ്പ് പദ്ധതിയെക്കുറിച്ച് വിശദമാക്കാമോ? ഈ സർക്കാരിന്റെ കാലയളവിൽ നാളിതുവരെ എത്ര വിദ്യാർത്ഥികൾക്ക് ഈ ആനുകൂല്യം ലഭ്യമായിട്ടുണ്ടെന്നുള്ള വിവരം വിശദമാക്കാമോ? സർ, രാജ്യത്തെ ന്യൂനപക്ഷ വിഭാഗങ്ങളിലെ 1 മുതൽ 8 വരെ ക്ലാസുകൾ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കാണ് കേന്ദ്ര സർക്കാർ നൽകി വന്നിരുന്ന പ്രീ മെട്രിക് സ്കോളർഷിപ്പ് 22 സാമ്പത്തിക വർഷം മുതൽ നിർത്തലാക്കിയിട്ടുള്ളത്. സർ, 9, 10 ക്ലാസുകളിലെ വിദ്യാർത്ഥികൾക്ക് മാത്രമായി ത്വരിതപ്പെടുത്തിയിട്ടുമുണ്ട്. പ്രസ്തുത സാഹചര്യത്തിൽ ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് മുഖേന 1 മുതൽ 8 വരെ ക്ലാസുകൾ പഠിക്കുന്ന ന്യൂനപക്ഷ വിദ്യാർത്ഥികൾക്കായി മാർഗദീപം എന്ന പേരിൽ പുതിയൊരു സ്കോളർഷിപ്പ് പദ്ധതിക്കായി 24-25 സാമ്പത്തിക വർഷം ബഡ്ജറ്റിൽ 20 കോടി രൂപ അനുവദിക്കുകയും 1,21,667 വിദ്യാർത്ഥികൾക്കായി 18.25 കോടി രൂപ. ചോദ്യോത്തരവേള പുരോഗമിക്കുന്നു, പക്ഷേ പ്രതിപക്ഷം പ്രതിഷേധവുമായി ഇറങ്ങിപ്പോയിട്ടുണ്ട്. സഭ വിട്ടു എന്നുള്ള വിവരങ്ങൾ കൂടിയാണ് ലഭിക്കുന്നത്. വിജിൻ, നിയമസഭാ സമ്മേളനം തുടങ്ങിയപ്പോൾ തന്നെ വാക്പോരാണ് കണ്ടത്. ഒരു വശത്ത് പ്രതിപക്ഷ നേതാവും സ്പീക്കറുമായി, പിന്നീട് ഭരണപക്ഷ അംഗങ്ങളെല്ലാം അത് ഏറ്റുപിടിക്കുന്നതും കണ്ടു. അങ്ങനെ ഈ വാക്പോരിനൊടുവിൽ എന്ത് സംഭവിച്ചു? ജിൽസി, വലിയ പ്രതിഷേധം ഇന്നും നിയമസഭയുടെ തുടക്കം മുതൽ തന്നെ നടന്നുകൊണ്ടിരിക്കുന്നു. ഒപ്പം തന്നെ ഭരണ പ്രതിപക്ഷാംഗങ്ങൾ തമ്മിലുള്ള വലിയ തരത്തിലുള്ള വാക്കേറ്റം. പ്രതിപക്ഷ നേതാവ് മുഖ്യമന്ത്രി ഇന്നലെ ഈ പ്രതിപക്ഷത്തിനെ അധിക്ഷേപിച്ചുകൊണ്ട് സംസാരിച്ചു. ബാനറിലുണ്ടായിരുന്ന വടികൊണ്ട് വാച്ചാൻവാർഡിനെ അടിച്ചു എന്ന് പറഞ്ഞത് അത് തെറ്റാണ്, അത് തിരുത്തണം, സഭാരേഖകളിൽ നിന്ന് നീക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടു. എന്നാൽ അതിനെ തുടർന്ന് ഉണ്ടായ വലിയ തരത്തിലുള്ള പ്രതിഷേധം പിന്നീട് ഭരണപക്ഷം കൂടി ഏറ്റെടുക്കുകയായിരുന്നു. സ്വർണ്ണക്കൊള്ളയിൽ സോണിയാഗാന്ധിക്ക് ഒപ്പം ഗോവർദ്ധനും ഒപ്പം തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയും നിന്ന ചിത്രം ഉയർത്തിയായിരുന്നു ഭരണപക്ഷം ഇന്ന് വലിയ തരത്തിലുള്ള പ്രതിരോധം തീർത്തത്. ഇന്നലത്തെ സമാനമായ രീതിയിൽ മുഖ്യമന്ത്രിക്കൊപ്പം പോറ്റിയും ഒപ്പം തന്നെ അടൂർ പ്രകാശിനൊപ്പം പോറ്റിയും ഒക്കെ നിൽക്കുന്ന ചിത്രം ഉയർത്തിയാണ് പ്രതിപക്ഷം പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. പ്രതിപക്ഷ നേതാവ് വ്യക്തമാക്കിയത് ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് തങ്ങൾ വലിയ പ്രതിഷേധത്തിലാണ്, സഭയ്ക്കകത്തും പുറത്തും ആ പ്രതിഷേധം തുടരുകയാണ്, അതുകൊണ്ട് സഭാ നടപടികളുമായി സഹകരിക്കാൻ കഴിയില്ല എന്ന കാര്യം പ്രതിപക്ഷ നേതാവ് സഭ ആരംഭിച്ച ഘട്ടത്തിൽ തന്നെ അറിയിച്ചു. അതിനുശേഷമാണ് വലിയ പ്രതിഷേധം നടന്നത്. എന്തായാലും ചോദ്യോത്തരവേള ഇന്നും തടസ്സപ്പെടുന്ന നിലയിലേക്ക് പ്രതിഷേധം നടന്നു. മന്ത്രിമാർ എല്ലാവരും നിരനിരയായി എഴുന്നേറ്റായിരുന്നു ഭരണപക്ഷത്തിന് പ്രതിരോധം തീർത്തത്. പോറ്റിക്കൊപ്പം സോണിയാഗാന്ധിയും ഗോവർദ്ധനും എത്തിയത് എങ്ങനെയാണ്, ആരാണ് അവിടെ എത്തിച്ചത് എന്ന് പ്രതിപക്ഷം മറുപടി പറഞ്ഞാൽ ഈ പ്രശ്നം അവസാനിക്കും. സോണിയാഗാന്ധിയെ തെരുവിൽ അടിക്കാനുള്ള വടി നൽകുന്നത് പ്രതിപക്ഷമാണ്, കോൺഗ്രസ് ആണ് എന്നുള്ള ആരോപണം മന്ത്രിമാർ ഉയർത്തി. ഒപ്പം തന്നെ പ്രതിപക്ഷ നേതാവിന്റെ പരിഹാസം ഉയർത്തിയായിരുന്നു പി രാജീവ് ഉൾപ്പെടെയുള്ളവരുടെ പ്രസംഗം. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വലിയ വാക്പോരാണ് ഇത്രയും നേരം സഭയിൽ ഇരുന്നത്. അതിനിടയിലാണ് ഇപ്പോൾ നിലവിൽ പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയിരിക്കുന്നത്. ജിൽസി, അപ്പോൾ കൊണ്ടും കൊടുത്തും വാക്പോരും പോർവിളികൾക്കും ഒടുക്കം ഇപ്പോൾ പ്രതിപക്ഷം സഭ വിട്ടിരിക്കുന്നു. ഇത് തന്നെയായിരുന്നു ഇന്ന് പ്രതീക്ഷിച്ചതും. അതെ, ഇന്ന് സഭാ നടപടികൾ ഇങ്ങനെയൊക്കെ ആയിത്തീരുമെന്നുണ്ടായിരുന്നു. കാരണം തുടക്കത്തിൽ തന്നെ അതിനുള്ള സൂചനകളും കിട്ടിക്കഴിഞ്ഞു. വലിയ വാക്പോരൊക്കെയാണ് അവിടെ നടന്നത്. ശരി, അപ്പോൾ സഭാ നടപടികൾ ഒരു വശത്ത് ചോദ്യോത്തരവേളയൊക്കെ പുരോഗമിക്കുന്നുണ്ട്. അപ്പോൾ എത്ര നേരം ഈ സഭാ നടപടികൾ മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് അറിയേണ്ടതുണ്ട്.